പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, ഏതൊരു പെണ്ണ് ഛർദിക്കുന്നത് വാരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ആ സാധു ആ കുഴിയിലേക്ക് പോയത്, ആ പെണ്ണ് ഓനിട്ട് പോയി. ഇതാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ. സെക്കൻഡുകൾ മതി അവസ്ഥകൾ മാറാൻ. അപ്പൊ നമ്മളെ സിയാബിന്റെ വീട്ടിലെത്തി കേട്ടോ. സിയാബിനോട് മുണ്ടാതെ വന്നാണ്. കാറ് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായതിട്ടാ നമ്മളിവിടെ. സിയാബിന്റെ കാറ് കണ്ടപ്പോഴാണ് കേട്ടോ പേര മനസ്സിലായത്. മാളുവിന് അതിൻ്റെ ഇതിൽ ചെറിയ പണി ഇട്ടിരിക്കണേ. എവിടെ അടച്ചോനെ വരുന്ന വഴിയിൽ കണ്ടി ഞങ്ങൾ കാക്ക ഞങ്ങൾക്ക് പണി വന്നിക്കണേ. കാക്കാണ് കാക്കച്ചിയേട്ടാ. നല്ലുണ്ട് എന്റെ പുറത്തും. അപ്പൊ ഞങ്ങളൊരു പ്രത്യേകപ്പെട്ട ഒരാളെ കാണാൻ വന്നാട്ടാ. ഇവർ രണ്ടാളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ കഥ പറയപ്പോട്ടാ. ഞാൻ ബാക്ക് ക്യാമറ എടുക്കാം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ഞാനിപ്പോ ഉള്ളത് ഷിഹാബിന്റെ വീട്ടിലാണ്. ഷിഹാബിനെ നിങ്ങൾക്ക് എല്ലാം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ല ഒരുപാട് പ്രാവശ്യം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ അൽമാസിലെ പ്രസക്ത എല്ല് രോഗ വിദഗ്ധൻ മുഹമ്മദ് കണ്ണീൻ സാറ് മുമ്പ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു. അതെ, 14 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇദ്ദേഹം അതുപോലെ ഒന്ന് വീണിട്ട് അദ്ദേഹത്തിന്റെ അടുത്താണ് ട്രീറ്റ്മെന്റ് പോയിരുന്നത്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്താണ് ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുറെ വിശേഷങ്ങളും ഞങ്ങൾ ഇതുപോലെ തന്നെ വേറെ കുറെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹം നമ്മളെ നൂറ ഹബീബ് അതുപോലെ തങ്ങളുടെ അഡ്മിൻ, അതുപോലെ തന്നെ അവിടെ ടോക്കൺ കൊടുക്കുന്ന അതിന്റെ എല്ലാ ടോട്ടലി അതിന്റെ നിയന്ത്രണമൊക്കെ ഉള്ള സമ്പടിക്കത്തെ അതിന്റെ അതാണ് വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നമ്മളെ ചാനലിലൂടെ അല്ലാതെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. ഞങ്ങൾ ഇതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ബന്ധമൊക്കെയാണ്. അപ്പൊ ഞങ്ങളൊന്ന് ഇദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാന്ന് വിചാരിച്ചില്ല. അപ്പൊ ഇവിടെ വന്നാണ്. അപ്പൊ നമുക്കൊന്ന് വീടിലേക്ക് പോയി നോക്കാം. അപ്പോ നമ്മള് ഇപ്പൊ ഉള്ളത് സിയാബിന്റെ അടുത്താണ്. അതെ, നമ്മുടെ സുഹൃത്തുമാണ്. അതുപോലെ തന്നെ നൂറ ഹബീബ് അറ്റക്കോയ തങ്ങളുടെ നമ്മുടെ വയസ്സമ്പടിയിലെ അവിടുത്തെ അഡ്മിൻ എന്നുള്ള അപ്പുറം എല്ലാമാണ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ഷിഹാബ്. ഷിഹാബിന്റെ വീട്ടിൽ കുറെ നമ്മൾ വരണം ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുവരെ അതെ, ഒരു സ്ഥലം വരെ വന്നപ്പോ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വന്നതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വീട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വെള്ളം ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചു അല്ലേ? തീർച്ചയായിട്ടും കുറെ കാലമായല്ലോ നമ്മള് നിങ്ങളോട് ഈസി ആയിട്ടില്ല. ലാസ്റ്റ് ചോദിക്കല് നിർത്തി. കാരണം എനിക്ക് അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം എന്നോട് എപ്പോഴും ചോദിച്ചു അടുത്ത ആഴ്ചയിലോ. പിന്നെ എനിക്ക് തോന്നി ഇത് ഞാൻ കൊറേ ചോദിക്കുന്നേ നമ്മള് പോവാ. അപ്പൊ പിന്നെ ഇവര് പറയാതായപ്പോ ഞാനും പിന്നെ വേണ്ടിയില്ലാതായി. അതിന് ഈ ഭാഗത്തേക്ക് വരുമ്പോഴെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെ പോയി കാണുന്നുണ്ടല്ലോ. എന്നാലും ഇതിന് സിമ്പിൾ അല്ല. അത് സിമ്പിൾ ആണ്. പക്ഷെ വന്നതിൽ ഭയങ്കര സന്തോഷമായില്ല. നല്ല സന്തോഷം. അപ്പൊ സിയാബ് എന്ന് വെച്ചാൽ ഇതാ ഇപ്പൊ ശരിക്കും കാലിന് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വർഷങ്ങളായിട്ട് എത്ര വർഷമായി? 14 വർഷത്തോളമായി. 14 വർഷമായി. ഛർദിക്കാൻ പോയപ്പോ അന്ന് നിങ്ങളൊരു മമ്മൂട്ടി കണ്ണീൻ ഒരു വീഡിയോ കണ്ടില്ല? അതെ അതെ, നമ്മളെ അൽമാസ് ഹോസ്പിറ്റലിലെ മുഹമ്മദ് കുട്ടി കണ്ണിയൻ അവിടുത്തെ എല്ലുരോഗ വിദഗ്ധൻ. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഇദ്ദേഹത്തെ പറ്റിയിട്ടും ഇതിനെ പറ്റിട്ടൊക്കെ എല്ലാം പറയുന്നുണ്ട്. അതെ അതെ, ആ വീഡിയോയിൽ ഡോക്ടർ സാർ പറയുന്നുണ്ടല്ലോ ഛർദിക്കാൻ പോയപ്പോ വീണു. അതെയാണ് അപ്പോ ഞങ്ങള് കണ്ടിരിക്കണ വീഡിയോ. ഒരിക്കൽ ഒരു രോഗി വന്നു. ഒരു വളരെ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസമായിട്ടുള്ളൂ. ഏകദേശം ഈ ഭാഗത്തു നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഇതിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് നമുക്ക്. ആ ഒരു പയ്യൻ ഒരു കുഴിയിലേക്ക് തല കുത്തി വീണ് ഛർദിച്ചപ്പോൾ ആ ഛർദിക്കണ ഫോഴ്സ് കൊണ്ട് കല്ലെട്ടി കുഴിക്ക് തല കുത്തി വീണ് കഴുത്തൊടിഞ്ഞ് കൈയും കാലിനും ചലനശേഷി നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ രാത്രി സർജറി ഒക്കെ ചെയ്ത് രാവിലെ റൗണ്ട്സിന് വന്ന സമയത്ത് അവനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്, ഈ കുഴിയിലേക്ക് എങ്ങനെ വീണ് വെച്ചപ്പം അവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ. അപ്പോ കല്യാണത്തിനു വേണ്ടി ഇന്റർലോക്കിംഗ് ടൈൽസ് ഇട്ടിരുന്നു വീട്ടിന്റെ മുറ്റത്തൊക്കെ.
അപ്പോ ഉമ്മാനേറ്റ് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തമാശ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. ആനോട് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ഛർദിക്കാൻ വന്നു. ഛർദിക്കാൻ വേണ്ടി കൊലായിക്ക് വന്ന് ആ ടൈൽസ് ഇങ്ങനെ കണ്ടപ്പോന് തോന്നി ഇവിടെ ഛർദിച്ച അത് കഴുകിയാ പെട്ടെന്ന് പോരാ, ഇനി കഴുകാൻ പിന്നെ ഓന്റെ പെണ്ണുങ്ങൾ തന്നെ വരും വേണ്ടി വരും. ഇപ്പൊ 2 മാസമല്ലേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഞോളക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ കഴുകിക്കാൻ വിചാരിച്ചിട്ട് ഈ സാധു കുറച്ച് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഒരു വലിയ കുഴി ഉണ്ട് അവിടെ, അയക്ക് വേണ്ടി ഛർദിക്കാൻ വേണ്ടി നേരെ ചെന്ന് ആ സ്പീഡിൽ തല കുത്തി അങ്ങോട്ട് കുഴിക്കണം വീണു. അങ്ങോട്ട് കഴുത്തൊടിഞ്ഞു. ഞങ്ങനല്ലേ അതൊക്കെ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നു, കുറച്ച് പ്രായമായ ഒരാൾ. അയാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ രോഗിന്റെ കാര്യം ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയ ഡോക്ടർ സത്യം മാത്രമേ എന്നോട് പറയാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് ചോദിച്ചപ്പം, നിങ്ങൾ ചികിത്സിക്കുന്ന രോഗിയുടെ ആ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ബാപ്പയാണ് ഞാൻ, എന്റെ കുട്ടീനെയാണോ കെട്ടിക്കണ്. അപ്പൊ എനിക്ക് അറിയേണ്ടത് എന്താ അറിയോ, ഇവന്റെ കയ്യും കാലും ഇനി നേരാവുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് MRIയിൽ ഇതിന്റെ ഞരമ്പൊക്കെ മുറിഞ്ഞു പോയതായിട്ടാണ് കാണുന്നത്, അതിനൊരിക്കലും നേരാവൂല എന്നാണ് ഞങ്ങളുടെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് അവന്റെ കൈകാലിഞ്ഞ് ജനങ്ങാൻ സാധ്യതല്ല എന്നാണ്. അപ്പൊ അയാളിനോട് പറഞ്ഞെന്താ അറിയോ, എന്റെ കുട്ടിന്റെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയാല് എന്റെ കുട്ടിക്ക് വേറൊരാളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഒരു ലൈഫ് കിട്ടും, ഇവന്റെ കൂടെ ഇനി ഒരു ലൈഫ് ഇല്ലല്ലോ, അതുകൊണ്ട് ഡൈവോഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് നിങ്ങൾ സത്യം പറയണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇയാളിനോട് പറഞ്ഞത്. അങ്ങനെ സഹോദരങ്ങളെ, ഏതൊരു പെണ്ണ് ഛർദിക്കുന്നത് വാരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ആ സാധു ആ കുഴിയിലേക്ക് പോയത്, ആ പെണ്ണ് ഓനിട്ട് പോയി. ഇതാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ. സെക്കൻഡുകൾ മതി അവസ്ഥകൾ മാറാൻ. അത് പറഞ്ഞതില് ഒക്കെ ശരിയാണ്. ഞാൻ എന്റെ സംഭവമാണ് അത്. കാരണം പിന്നെ ഡോക്ടർമാരാകുമ്പോ 14 വർഷത്തെ അവര് ലോങ് ദൈർഘ്യമുള്ളതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും, കുറെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അവര് പിന്നെ ടൈൽസ് ഇട്ട് പറഞ്ഞാൽ മുറ്റത്തുനിന്ന് ജസ്റ്റ് അത് മുറ്റല്ല സിറ്റ് ഔട്ട് ടൈൽസ് ഇട്ട് മുറ്റത്തുനിന്ന് അങ്ങോട്ട് കാണാൻ വീണത്. അപ്പൊ അത് ഛർദിക്കാൻ പോയപ്പോ വീണതാണ്. അങ്ങനെ ഡോക്ടർ വിദഗ്ധമായിട്ട് അല്ലേ, ഉന്നത ഡോക്ടർ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നമ്മുടെ വൈഫിന് ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് ഉദ്ദേശിച്ച് ഉമ്മാനെ അല്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് പലപ്പോഴും ചിന്തിക്കണ ഒരു കാര്യമാണ്, ഉമ്മാരെ വെറുത്തുകാണ്ട് പെണ്ണുങ്ങളെ ഭാഗം നിന്നുകാണ്ട് അങ്ങനെ ചില അങ്ങനെ ഒരു കുടുംബത്തിന്റെ കാര്യത്തിലൊരു മോട്ടിവേഷൻ സ്പീക്കിങ്ങിലാണ് ആ പറയുന്നത്. അപ്പൊ അത് സത്യം തന്നെ ആണ്. പല കുടുംബത്തിലും നമ്മള് ഇതേപോലെ കാണണ്ടാണല്ലോ, കല്യാണം കഴിഞ്ഞാല് പെണ്ണുങ്ങളെ ഭാഗം കെട്ടുകാണ്ട് നടക്കണ ഒരുപാട് അത് ഒരു മോട്ടിവേഷൻ ആയിട്ട് കൊടുത്തുള്ള ഒരു അതിനൊരു ഉദാഹരണം തെളിവ് സഹിത എന്നെ പറഞ്ഞുള്ളൂ. അത് ഞാനാണ് ഇതിൽ പറഞ്ഞ ഒരാളെ പറ്റി പറയുന്നത്. നമ്മള് ഒരുപാട് വട്ടം കാണലുണ്ട്. നേരിട്ട് നിങ്ങൾ വീട്ടിൽ വരാണ്. അതെ, വരാണ്. ഇന്ന് ഒരുപാട് ക്ഷണിച്ചിട്ടിട്ട, കാരണം പറഞ്ഞറിയിക്കാൻ കഴിയുക. സിയാബിന്റെ വൈഫൊക്കെ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ വരുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് നമ്മൾ അവര് പറഞ്ഞു മടുക്കാൻ തന്നെ നമ്മൾ എത്തിപ്പെട്ടിരുന്നില്ല. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. ചില സാഹചര്യം കൊണ്ട് നമ്മൾ തിരക്കുള്ള ആളെ ഒന്നുമല്ല. നമ്മള് സിയാബ് ഞാനൊക്കെ ഒരേ മാതിരിയുള്ള ആളാണ്. അവർ അങ്ങനെ അവിടെ വരുമ്പോളെ വേസമ്പടിക്ക് വരുമ്പോൾ ഞാനും മുസ്താഖിക്കും മാത്രമാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് കോണ്ടാക്ട്. ഇതിലിപ്പോ മോളത്താത്ത സൈനാത്താന്റെ മൈനാണ് കൊമ്മങ്കാടൊക്കെ പോയല്ലേ. ഇന്നിപ്പോ മോളത്താത്തൊക്കെ നേരിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളെ വിഷയം വീട്ടിൽ എപ്പോഴും വേറെ ഒന്നുമില്ലല്ലോ. നമ്മളൊക്കെ ബന്ധവും കാര്യമല്ലോ. ഭയങ്കര കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മള് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് എന്താ സംഭവം വെച്ചാല് വെയ്യാന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. ആള് ഉഷാറാണ്, മനസ്സും ശരീരവും ആ സംഭവം മനസ്സിലില്ല. അങ്ങനെയാണ്. അതെ, ഒരാളെ പ്രവൃത്തി കണ്ടാ അറിയാം. വേറെ വിഷയം കണ്ടിട്ടില്ലെങ്കിലും ആൾക്ക് നല്ല ബന്ധാണ്. പച്ച പോലെ അറിയാം. പാവം പറഞ്ഞു നിങ്ങൾ എല്ലാ കാര്യങ്ങളോട് പറഞ്ഞു. എപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ ചായ ഉണ്ടാക്കലട്ടാ. അല്ല ഇനി ആയിക്കോട്ടെ. പിന്നെ നമ്മൾ സിയാബിന്റെ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഭാര്യ വിശദമായിട്ട് പറയും. സിയാബിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ തൽക്കാലം അതിന്റെ 1-2 സ്റ്റുഡിയോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്യാണ്ട് ഞങ്ങൾക്കും തന്നെ കറക്റ്റ് അറിയില്ല. അപ്പൊ അതിന്റെ ആളെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാം ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു.
വീൽചെയർ മുസാഫിർ എന്നാണ്. വീൽചെയർ വീൽചെയറിൽ എടുക്കുന്ന അതെ, ഷിയാബിന്റെ വീൽചെയർ പ്രൊഫൈലായിരിക്കും കാണുക. വീൽചെയർ മുസാഫിർ എന്നാണ് ചാനലിന്റെ പേര്. അത് നമ്മളൊന്ന് റെഡിയാക്കി വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ വിശദമായിട്ട് നമ്മള് വേറൊരു ഇന്റർവ്യൂല് നമ്മള് വേറെ ഇതിൽ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഷംലവിടെ ചായ ഉണ്ടാക്കണ്ടേ, ഷിയാബിന്റെ വൈഫ് ചായ ഉണ്ടാക്കണുണ്ടാകുന്ന കേൾക്കണില്ല, വീണ്ടും ഉണ്ടാക്കുകയാണ്. നമ്മള് ജ്യൂസൊക്കെ അടിപൊളി ഓറഞ്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നൊക്കെ കുടിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ വൈഫിനോ അതെ, ഷംലു അതുപോലെ തന്നെ അവിടുത്തെ ഒരു അഡ്മിനാണ്. അവിടെ ടോക്കൻ ഒക്കെ കൊടുക്കുന്ന അതെ അതെ ഷിയാബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. പിന്നെ ഏതായാലും എല്ലാവർക്കും നല്ലൊരു മാതിരി നല്ലൊരു ഫാമിലിയാണ് ഇത്. നല്ലൊരു ഇല്ല ഒന്നും പറയാനില്ല. സന്തോഷം. പ്രതീക്ഷിക്കാതെ സ്വീകരണം പറ്റിയില്ല. ആ സ്വീകരണം നമുക്ക് കാണുക അതല്ലേ പറ്റും. ഞാൻ ഒരുപാട് വിഷമമുണ്ടായിരുന്നു ഇവിടെ എത്തായിട്ട്. പിന്നെ ഒന്ന് മുണ്ടാതെ തന്നെ സർപ്രൈസ് ആയിട്ട് എന്റെ കാരണം ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടാവുന്നൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കി. ഞാൻ നീയാണ് ഡോറിനാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ നിങ്ങൾ ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞ അവരോട് ഉണ്ടാവുന്ന ചോദിച്ചു നോക്കിന്ന്. പിന്നെ വേണ്ട, അതിന്റെ ആവശ്യമില്ല, പോവും നമ്മളെ. ഞാൻ ശരിക്കും ഡോർ ഷിയാബറ്റ് തുറക്കണമെങ്കിൽ ക്യാമറ പിടിക്കാൻ ഉദ്ദേശിച്ചു. ശമ്പളമായതുകൊണ്ട് ക്യാമറ അങ്ങോട്ട് മാറ്റി ഡോർ ഇങ്ങോട്ട് ചെയ്തു. വില്ലേജിൽ ഒരു സർവേ വരുന്നുണ്ടല്ലോ, ആ സർവേന്റെ ഇവിടെ ആരെ സർവേ എന്താ വെച്ചാല് എന്റെ മേത്ത് കാക്കച്ചി വേറെ സംഭവം എന്താ പറയാ, നമ്മള് ഷിയാബിന്റെ വീട്ടിലേക്ക് എത്തുമ്പോ ഞാൻ ഇവിടുന്ന് മാളൂരോട് പറയണ്ടിട്ടാ മിണ്ടാതെ പോണം. അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഫ്രണ്ടേജൊക്കെ ഒന്ന് ക്യാമറ എടുക്കണം, കാറ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഇടയിൽ കൂടി ഷിയാബിന്റെ വൈഫ് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടി കണ്ടപ്പോ വിചാരിച്ച സർവന്റ് ആളുകൾ വന്ന. അപ്പൊ ഷിയാബിനോട് പറഞ്ഞാലോ ഏതൊരു സർവന്റ് ആളുകൾ വന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണ് സർവന്റ് ആൾക്കാർ, പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെയാണ് നിങ്ങളാണെന്ന് അറിഞ്ഞത്. ഏതായാലും പ്രതീക്ഷിക്കാതെ ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ. പിന്നെ ഷിയാബിന്റെ കാര്യത്തിൽ നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം, നിങ്ങളെ പ്രാർത്ഥന വേണം. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. നല്ല രണ്ട് കാലിൽ നടക്കാനായി അവനാന്റെ കാര്യങ്ങള് പറയാൻ പറ്റില്ല. ആർക്കാണ് നമുക്ക് രോഗം തരുന്നേ പറയാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ് അല്ലേ. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചെറിയൊരു ഛർദി, ഒരു ബൈക്ക് ആക്സിഡന്റോ മറ്റൊന്നും ഛർദിച്ചിട്ട് അത് ഒഴിക്കാനും വേണ്ടി പോയപ്പോ അതിന്റെ കൂടാണ് ഛർദിക്കണത്. അവനാന്റെ ഉമ്മ അതുപോലെ വൈഫിന് ഇനി പുതുക്കത്തിൽ തന്നെ അതൊരു ബുദ്ധിമുട്ടാവണ്ട എന്നുള്ളവർക്ക് അപ്പുറത്തേക്ക് പോയതാണ്. നല്ലൊരു കാര്യം ചെയ്തതാണ്. പക്ഷെ എന്തായാലും അങ്ങനെയൊക്കെ ആയിപ്പോയി, കണക്കാക്കിപ്പോ. ഇനി നല്ലത് വരട്ടെ. ഇനി എന്തായാലും പിന്നെ നമ്മളെ ഉപ്പയും മക്കളും നമ്മളെ ചാനലിന്റെ അതിന്റെ നമ്മളെ സെലിബ്രിറ്റീസ് നമ്മളെ കൂടെ സെലിബ്രിറ്റീസ് പറയണ്ടട്ടാ. അതേപോലെ തന്നെ മാളുത്താത്ത ഇവിടെ നമ്മളെ വന്ന് സന്ദർശിച്ചതിലും സന്തോഷം പങ്കുവെച്ച് വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്തോഷം ഇനിയും നിലനിൽക്കട്ടെ. ഇനി ഇതേപോലെ മറ്റുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. രണ്ടാം കൂടി ഒപ്പിച്ച് അപ്പൊ എന്താ അവസ്ഥ നോക്കിങ്ങളെ. എന്താന്ന് വെച്ചാല് ഷിഹാബിന്റെ വൈഫിനും ഒരു കാലിന് സ്വാധീനമില്ലാതെ അങ്ങനെ എന്നാലും നല്ല അൽഹംദുലില്ലാ അതൊന്നും കാണിക്കണില്ല ആളിട്ടാ. ഒന്നും കാണിക്കണില്ല. നമ്മളെങ്ങനെ അതുപോലെ കാല് ഒരു ഭാഗമായി അങ്ങനെ അല്ലേ. അതാ ഞാൻ പറഞ്ഞു, നമ്മളെ മനസ്സാണല്ലോ. സംസാരം ഉണ്ട് കുറച്ച്. അല്ലേ നമ്മള് വരുമ്പോ ആളാക്കപ്പെട്ട കേൾക്കണില്ല. അപ്പൊ അവള് കാലോണ്ട് വയ്യ, ഒരു കാലോണ്ട് വയ്യാതെയും ഇയാളെ നല്ല അടിപൊളിയായി നോക്കി. പിന്നെ അൽഹംദുലില്ലാ അപ്പൊ ഷംല ശിഹാബാണ് നൂറ ഹബീബിന്റെ അതെ വയസ്സമ്പടിയിലെ അതുപോലെ തന്നെ അതിന്റെ ടോക്കൺ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എല്ലാം. അപ്പൊ ഞങ്ങൾക്ക് ചായ കടയൊക്കെ റെഡിയാക്കിയിരിക്കണേ, ഞങ്ങളത് കുടിച്ചിട്ടെ.